ഭക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന എന്ന് ദേവിയുടെ കടാക്ഷത്തെ പറ്റിയിട്ടാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. ശങ്കരാചാര്യസ്വാമികൾ കനകധാരാസ്തവത്തിൽ ദേവിയുടെ കടാക്ഷത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നു: യത് കടാക്ഷ സമുപാസനാവിധി സേവകസ്യ സകലാർത്ഥ സമ്പദ സന്തനോതി വചനാംഗം മാനസൈഹി ത്വാം മുരാരി ഹൃദയേശ്വരീം ഭജേ. ആരുടെ കടാക്ഷത്തിൻ്റെ സമുപാസന കൊണ്ട് സകല അർത്ഥങ്ങളും നമുക്ക് കിട്ടുന്നുവോ ആ മുരാരി ഹൃദയേശ്വരിയെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ദേവിയുടെ കടാക്ഷം കൊണ്ട് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ആ കടാക്ഷത്തെ നമ്മൾ സമുപാസനം ചെയ്യണം. എപ്പോഴും ആ കടാക്ഷത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഉപാസന ചെയ്യണം. അത് സകലാർത്ഥ സമ്പദം ആണ്, സകല അർത്ഥങ്ങളെയും നമുക്ക് നൽകുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധനം തരും, കൽവി തരും, ഒരു നാളും തളർവറിയ മനം തരും, ദൈവ വടിവും തരും, നെഞ്ചിൽ വഞ്ചമില്ല ഇനം തരും, ഘനം തരും പൂങ്കുഴലാൾ അഭിരാമി കടൈക്കൺകളെ എന്ന് അഭിരാമി ഭട്ടർ ദേവിയുടെ കടാക്ഷത്തെ പറ്റിയിട്ട് പറയുന്നു. അതുകൊണ്ട് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ധനം, വിദ്യാഭ്യാസം, ഒരിക്കലും തളരാത്ത ഒരു മനസ്സ്, അതുപോലെ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കാത്ത, അവർക്ക് തളർച്ച ഉണ്ടാക്കാത്ത ഒരു ജീവിതം, ഈശ്വരസ്വരൂപം, ഈ ലോകത്ത് നല്ലതായിട്ടുള്ള എല്ലാം കിട്ടും എന്നാണ് ഈ കടാക്ഷത്തിൻ്റെ ഉപാസനയുടെ ഫലം. ഇപ്പോൾ എല്ലാവരും ദേവിയുടെ തൃക്കണ്ണിൻ്റെ കടാക്ഷം, അതിനെ ഉപാസിക്കാം, കൃതാർത്ഥരാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രകരണം കടാക്ഷാമൃതം എന്നുള്ള പ്രകരണം പൂർണ്ണമാക്കുന്നു. ഭക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത എന്നുള്ളതാണ് അടുത്ത മന്ത്രം. പുതിയ ചമ്പകപ്പൂവിനെ പോലെ, നവചമ്പക പുഷ്പാഭ അതിനെപ്പോലെ, ആ പുഷ്പത്തിനെ പോലെ, നാസാദണ്ഡ വിരാജിത നാസാദണ്ഡത്തോടു കൂടിയവൾ എന്നാണ് അടുത്ത നാമം. ചമ്പകപ്പൂവ് അതും പുതിയതായിട്ടുള്ളത്, അതിൻ്റെ അടിഭാഗം വലുതായിട്ടും മുകളിലേക്ക് ചെറുതായിട്ടും നേരെയുള്ളതുമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ സാമുദ്രിക ലക്ഷണം പറയുമ്പോൾ കണ്ണ്, മൂക്ക്, വായ ഇതൊക്കെ നേരെയായിരിക്കണം എന്നാണ് പറയാറുള്ളത്. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് പറയും, ചിലരുടെ മുഖം കണ്ടാൽ തുമ്മുന്നതിന് മുമ്പും തുമ്മിയതിന് ശേഷവും എന്ന പോലെ ഇരിക്കും. തുമ്മുന്നതിന് മുമ്പേ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ടാവും. ചിലരുടെ മുഖം അങ്ങനെയാണ്, മൂക്ക് ഒരു ഭാഗത്ത്, മൂക്ക് ലണ്ടനിലേക്കും കണ്ണ് പാരീസിലേക്കും പോകുന്നത് പോലെ ഇരിക്കും. വായ കോടിയിട്ടുണ്ടാവും. അത് മുഖലക്ഷണങ്ങളെ അപമാനിക്കരുതെന്നാണ്. പക്ഷേ സാമുദ്രിക ലക്ഷണമനുസരിച്ച് ഉത്തമരായ ജനങ്ങളുടെ മൂക്ക് വളരെ സൗന്ദര്യമുള്ളതായിരിക്കും. ദേവിയുടെ മൂക്ക് നവചമ്പക പുഷ്പം പോലെ ഇരിക്കുന്നു, നേരെ ഇരിക്കുന്നു, അതിൻ്റെ അടിഭാഗം വലുതായിരിക്കുന്നു എന്നൊക്കെയാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. സൗന്ദര്യലഹരിയിൽ ദേവിയുടെ മൂക്കിനെ ഇങ്ങനെ വർണ്ണിക്കുന്നു: അസൗ നാസാവംശ തുഹിന ഗിരിവംശ ധ്വജപട്ടി ത്വദീയോ നൈദീയ ഫലതുഫലം അസ്മാകമുചിതം വഹത്യന്തർമുക്താഃ ശിശിരകര നിശ്വാസഗളിതാഃ സമൃദ്ധ്യ യസ്താസാം ബഹിരപിച്ച മുക്ത മണിധരഃ. ദേവിയെ ഹിമവത് പുത്രിയായിട്ട്, തുഹിന ഗിരിവംശധ്വജപട്ടി, ഹിമവാൻ ഏറ്റവും വലിയ പേരുണ്ടായത് ദേവി അദ്ദേഹത്തിന് ജനിച്ചപ്പോഴാണ്. ഒരു ജഡവസ്തുവാണെങ്കിലും അദ്ദേഹം വലിയ തപസ് ചെയ്തു എന്നും അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ട് ദേവി ജനിച്ചു, അയോനിജയായിട്ട് ജനിച്ചു. അതുകൊണ്ട് പാർവതി, ഹിമവത് പുത്രി, ഗിരിജ എന്നൊക്കെ ദേവിക്ക് പേരുണ്ട്. അപ്പോൾ ഹിമവാൻ്റെ കുലത്തിന് തന്നെ ഏറ്റവും വലിയ പ്രശസ്തി ഉണ്ടായത് ദേവി അതിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ടാണ്. തുഹിന ഗിരിവംശധ്വജപട്ടി അസൗ നാശാവംശ ത്വദീയോ നേദീയ ഫലതുഫലം അസ്മാകം ചിതം. ഞങ്ങൾക്ക് ഉചിതമായ ഫലത്തെ തരട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യട്ടെ. എന്നുവെച്ചാൽ നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഈ മുത്തുണ്ടാകുന്ന പല സ്ഥലങ്ങളുണ്ട്.
ഒന്ന് കടലിലുള്ള ചിപ്പിയിൽ മുത്ത് ഉണ്ടാവും, അതുപോലെ ഉയർന്ന ജാതി മുളകളിൽ മുത്തുണ്ടാവും, അതുപോലെ ആനയുടെ മസ്തകത്തിലുണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഈ മുളയുടെ ഉള്ളിൽ മുത്തുണ്ടായിട്ട് അതിൻ്റെ പുറത്തേക്ക് അത് 1-2 പുറത്തേക്ക് ഓരോരുത്തർ കാറ്റുകൊണ്ട്. മുളയും ഏകദേശം ചമ്പക പുഷ്പം പോലെയാണ്. അടിഭാഗം വലുതായിട്ടും മുകളിലേക്ക് ചെറുതായിട്ടും നേരെയും ഒക്കെ ഉള്ളതാണ്. അതിനോട് ശങ്കരാചാര്യസ്വാമികൾ ദേവിയുടെ മൂക്കിനെ ഉപമിക്കുന്നു. നമുക്ക് നാഡീത്രയങ്ങളുണ്ട് എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. ഇടാനാഡി, പിങ്കളാനാഡി, സുഷുമ്നാനാഡി എന്ന് പറയും. ഇടാനാഡിയിലൂടെ നമ്മൾ പൂരകം, പിങ്കളാനാഡിയിലൂടെ രേചകം, സുഷുമ്നാനാഡിയിൽ കുംഭകം ചെയ്യും സാധാരണ പ്രാണായാമത്തിൽ. എങ്ങനെയാണോ ദേവിയുടെ ഒരു മുളയിൽ എങ്ങനെയാണോ ഒരു മുളയിൽ മുത്തുകൾ ഉണ്ടാകുന്നത്, അതുപോലെ ഈ മുളയ്ക്ക് സാദൃശ്യമായിട്ടുള്ള മൂക്കിലും മുത്തുകൾ ഉണ്ടായിക്കൂടാകില്ല. ഈ ദേവി ഇടത്തെ മൂക്കിൽ കൂടെ ശ്വാസം എടുത്തു, വലത്തെ മൂക്കിൽ കൂടെ പുറത്തു വിട്ടു, സുഷുമ്നാനാഡിയിൽ കുംഭിച്ചു. അപ്പോൾ ഉള്ളിലൊക്കെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു വസ്തു ഇല്ലല്ലോ, അതിലും മുത്തുകൾ ഉണ്ടായിക്കൂടെ? അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മുത്ത് ആ കാറ്റിലൂടെ പുറത്തേക്ക് വന്നു. നിശ്വാസഗളിതം അത് മൂക്കുത്തിയായിട്ട് വിളങ്ങുകയാണ്, അതൊരു ആഭരണമായിട്ട് ശോഭിക്കുകയാണ്. അങ്ങനെയാണോ ഉണ്ടായത് എന്ന് ദേവിയുടെ മൂക്കിനെ പറ്റിയിട്ട് നാസാവംശം അത് ഹിമവാൻ്റെ പ്രശസ്തിക്ക് കാരണമായി തീർന്നു. ദേവി അവിടെ ജനിച്ചത് പ്രശസ്തിക്ക് കാരണമായി തീർന്നു. അതിൻ്റെ മൂക്കുത്തിയുടെ വർണ്ണന, ദേവിയുടെ മൂക്കിൽ മൂക്കുത്തിയുണ്ട്, അതിനെപ്പറ്റി വീണ്ടും ലളിതാ സഹസ്രനാമത്തിൽ പറയും. ഇങ്ങനെയാണ് അതിനെ ശങ്കരാചാര്യസ്വാമികൾ സ്തുതിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.